ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയിലൊരു എ ലൈൻ ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ലെങ്ത് എത്രയാണ് വരുന്നത് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. നമുക്ക് ആ തുണിയുടെ ഏകദേശം ഫുൾ ലെങ്ത്തും വേണമായിരുന്നു, അതുപോലെ തന്നെ വീതിയും ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 4 മടക്കി കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള സൈഡും റോങ് ആയിട്ടുള്ള സൈഡും അതിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. റോങ് സൈഡിൽ ഒരു ഇൻഡ്യൂ മാർക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതേ നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ലെങ്ത്തിൻ്റെ ഒപ്പം ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന സെയിം മെഷർമെൻറ്റ്സ് ആണ്. ആദ്യം നെക്ക് മാർക്ക് ചെയ്യുക, പിന്നെ ഷോൾഡർ, ആം ഹോള്, പിന്നെ അതേ നമ്മൾ ചെസ്റ്റിൻ്റെ വിത്തും കൂടിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ക്രോസ് ആയിട്ട് ആം ഹോളിൽ നിന്നിട്ട് ഫുൾ ലെങ്ത്തിലേക്ക് വീതിയിലേക്കും നമ്മളങ്ങനെ ക്രോസായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണ്, അത്ര സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ സ്ലീറ്റൊക്കെ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് എ ലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എ ലൈൻ ഫ്രോക്ക് ആണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാർക്കിങ്സൊക്കെ നല്ലപോലെ ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നു. സ്ലീവിന് വരുന്ന പീസ് ജോയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു ക്രോസ് പീസും കൂടി നെക്കിനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സിനൊരു പോക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ പോക്കറ്റ് എങ്ങനെ വെക്കുന്നതെന്നും അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ലൈനിങ് ഇല്ലാത്ത ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ടുള്ള ടോപ്പ് കൊണ്ട് എങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റുള്ള ടോപ്പുകൾ വെച്ചിട്ട് ലൈനിങ് ഇല്ലാതെ തന്നെ ഫസ്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. 2-3 ടൈംസ് നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി നല്ലപോലെ ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ലെവലിലേക്കാവും. പിന്നീട് ലൈനിങ് ഒക്കെ വെച്ചിട്ട് പുതിയ പുതിയ മോഡൽസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് നെക്കിലേക്ക് വെക്കുന്നതായ ക്രോസ് പീസാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്ലീവിന് ഞാൻ ജോയിനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടുവിലേക്കാണ് ജോയിനിങ് വരുന്നത്. അപ്പോൾ ആ ജോയിനിങ്ങും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാറുണ്ട്. ജോയിനിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഷേപ്പിൽ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക.
അതും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കിനും ഷോൾഡേഴ്സാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്കിലേക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത്. സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ്സാണ് ജോയിൻ ചെയ്യേണ്ടത്. ഒരു സൈഡിൽ നമ്മൾ പോക്കറ്റ് വെക്കുന്നില്ല, അത് ജസ്റ്റ് സൈഡ് മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇനിയൊരു സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോക്കറ്റ് വെക്കുന്ന ഭാഗം കറക്റ്റ് മെഷർമെൻറ്റ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം പോക്കറ്റ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് ഫുള്ളായിട്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നിട്ട് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള എലൈൻ ടോപ്പ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു എലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒരു 300 റേഞ്ചുകളിൽ സ്റ്റിച്ചിങ് ചാർജ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ 300 എന്ന് പറഞ്ഞൊരു എമൗണ്ടോട് നമുക്ക് വീണ്ടും ഇനിയൊരു ടോപ്പിനുള്ള തുണി കൂടി എടുക്കാം. അങ്ങനെയാണ് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡ്രസ്സിന് പകരം സ്റ്റിച്ചിങ് ചാർജും ഉണ്ടെങ്കിൽ 2 ഡ്രസ്സായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയിൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. വീഡിയോ കാണണം, എങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ വീഡിയോസിൽ ടിപ്സും ട്രിക്സൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കാണാം. പക്ഷേ കാണുന്നേക്കാളും കൂടുതലായിട്ട് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്ത് നോക്കിയാലാണ് നമ്മുടെ സ്റ്റിച്ചിങ് അടിപൊളിയാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫൈനലി നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നപ്പോൾ എൻ്റെ ടൈമായിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, സൈഡിൽ പോക്കറ്റ്സൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി ആയിട്ടായിട്ട് കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.